നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെയ് മാസത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ചും കൊണ്ട് മിക്ക വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് അന്യരാഷ്ട്രത്തിൽ അവസരം വന്നു ചേരുക, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനൊരവസരം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയാണോ എന്നറിയില്ലെങ്കിൽ പോലും ഈ ഒരു പാത തുടർന്നുകൊണ്ടുള്ള പാഠ്യപദ്ധതിയിൽ തൃപ്തികരമായിട്ടുള്ള സമീപനം വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിലായിരിക്കും വിജയശതമാനമൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ആദ്യത്തെ പകുതിയിൽ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും, വ്യാപാര മേഖല പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടമില്ലാത്തത് കൊണ്ട് കടം വാങ്ങുവാനുള്ള സാഹചര്യങ്ങളും, ഏറ്റെടുത്ത കരാറ് ജോലികളിലാണെങ്കിൽ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാത്തത് കൊണ്ട്, കൃത്യമായുള്ള രീതിയിൽ ജോലിക്കാരെ കിട്ടാത്തത് കൊണ്ട് കൂടുതൽ എല്ലാ കാര്യങ്ങളിലും ഇരട്ടി ചെലവും, വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് യന്ത്ര തകരാറ് സംഭവിക്കുന്നത് വഴി ഉൽപ്പന്നങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം അധിക ചെലവും എല്ലാ കാര്യങ്ങളിലും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വന്നു ചേരും. എന്നാൽ രണ്ടാമത്തെ പകുതിയിൽ ഇതെല്ലാം തന്നെ പുനഃക്രമീകരിക്കുവാനും അനുകൂലമാക്കി തീർക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ 2023 ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ഏറ്റവും നല്ല പദ്ധതികൾ വന്നു ചേരുവാനിടയുണ്ട്. ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും. വ്യാപാരത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള വ്യാപാരത്തിൻ്റെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിലാണെങ്കിലോ താരതമ്യേന വില കുറഞ്ഞുകൊണ്ട് വ്യവസായം പുനഃക്രമീകരിക്കുവാനോ അല്ലെങ്കിൽ നവീകരിക്കുവാനുള്ളൊരവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ളൊരവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ജോലിയോടൊപ്പം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനിടയുണ്ട്. 2 വർഷമായിട്ട് ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ഒരവസ്ഥ മാറി ഇനി ഉദ്യോഗസ്ഥലത്ത് ചെന്ന് ചേരണം എന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥലത്ത് നിന്നും വന്ന് ചേരുന്നത് വഴി ഇനി മുതൽ മാതാപിതാക്കളെയും ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ബൃഹത്തായിട്ടുള്ളൊരു വീട്, കൂടുതലും സൗകര്യമുള്ളൊരു ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനോ വാങ്ങിക്കുവാനോ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷെ പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങിക്കുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാൻ അവസരം ഉണ്ടായിത്തീരും. മറ്റു ചിലർക്ക് വിദേശത്ത് നിന്നും ജീവിത പങ്കാളിക്ക് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥയിലോ ജോലിയിലും നേട്ടമില്ലാത്തതിൻ്റെ അവസ്ഥയിലോ ജന്മനാട്ടിൽ വന്ന ചില കുടുംബാംഗങ്ങളൊക്കെ തന്നെ തിരികെ പോകുവാനൊരവസരം ഉണ്ടാകുന്നത് വഴി സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നത് വഴി ഏറ്റെടുത്ത ദൗത്യം തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. ചികിത്സ ഫലിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. ആധുനിക സംവിധാനം ഭരണ സംവിധാനത്തിൽ അവലംബിക്കുന്നത് ചില ജോലിക്കാർക്കൊക്കെ അസ്വാരസ്യങ്ങളുണ്ടാകുവാൻ ഇടവരുമെങ്കിൽ പോലും പ്രസ്ഥാനത്തിന് ഉതകുന്ന വിധത്തിലും പ്രവർത്തനക്ഷമത കൈവരുന്ന വിധത്തിലും ഓരോ ആശയങ്ങളായതുകൊണ്ട് മേലധികാരികളിൽ നിന്നല്ല ഉടമസ്ഥരിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള അനുമതി വന്നു ചേരുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ മേലധികാരികളെക്കാൾ ഒരു വിലയിരുത്തുന്ന സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും വന്നു ചേരുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഉദ്ദേശശുദ്ധിയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുമോദനങ്ങൾ വന്നു ചേരും. പലപ്പോഴും ഗുരുകാരണവന്മാരുടെയും മാതാപിതാക്കളുടെയും നിർദ്ദേശങ്ങൾ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിന് മുൻപ് വാസ്തുശാസ്ത്രപ്രകാരം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെറിയ രീതിയിൽ മാറ്റങ്ങൾക്കൊപ്പം തന്നെ
ഒരു മുറി കൂടി കൂടുതൽ ലഭിക്കും എന്ന നിർദ്ദേശപ്രകാരം സ്വല്പം പണച്ചെലവുണ്ടാവും. എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു അവസരം സ്വീകരിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഗൃഹത്തിന് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത്, അതിനുവേണ്ടി തയ്യാറാകുവാൻ പോലും സാധ്യത കാണുന്നുണ്ട്. അർഹമായിട്ടുള്ള പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കുവാനായിട്ട് ഒരു പക്ഷേ തൃപ്തികരമായിട്ടുള്ള രീതിയല്ല സഹോദരങ്ങളിൽ നിന്നും വന്നു ചേരുക എങ്കിൽ പോലും സൗമ്യ സമീപനവും വിട്ടുവീഴ്ച മനോഭാവവും സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിന് സാധ്യത കാണുന്നു. വിദേശ ബന്ധമുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ ഏർപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഒരു മേലധികാരി സ്ഥാനം വഹിക്കുവാൻ അവസരമുണ്ടായിത്തീരും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വളരെ ഗുണകരമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ മേലധികാരികളുടെ സ്വകാര്യ കാര്യങ്ങൾക്കായിട്ട് അവധി ദിനങ്ങളിൽ ഒരുപക്ഷെ യാത്രകൾ വേണ്ടി വരുവാനും സാധ്യത കാണുന്നു. പഠിച്ച വിഷയത്തിനോടനുബന്ധമായി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിത്തീരും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുക മാത്രമല്ല, ബുദ്ധിമുട്ടുള്ളവർക്ക് കൃത്യമായുള്ള രീതിയിൽ സഹായങ്ങളും സർവാത്മന എല്ലാ വിധത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകുവാൻ പോലും അവസരമുണ്ടായിത്തീരുവാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.